22 ലക്ഷം കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ അഴിമതിയുടെ പേരിലാണ് ഇപ്പോൾ ഇത് റദ്ദ് ചെയ്തിരിക്കുന്നതെന്നുള്ള ആ ഒറ്റ കാര്യം ഉളുപ്പും നാണം ഉള്ളവനാണെങ്കിൽ ഇനി മേലെ പറയല BJP അഴിമതി ചെയ്യുന്നില്ല, സംഘപരിവാർ അഴിമതി കാണിക്കുന്നില്ല. നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഇത്രയും അഴിമതി നടന്നിട്ട് അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ കഴിയാതെ പിന്നെയും ഇതിനെ ന്യായീകരിക്കാൻ, ആ ന്യായീകരണ തൊഴിലാളികൾക്ക് വേണ്ടി കൂലിപ്പണി എടുക്കാനായിട്ട് ക്രൈസ്തവ നാമധാരികളും ഒക്കെ മെനക്കെടുന്ന എത്ര നാണം കെട്ട പരിപാടിയാണ്. ഒരു യുവ മോർച്ചയുടെ നേതാവ് അദ്ദേഹത്തിന്റെ സഹോദരനും കൂടെ 10 ലക്ഷം രൂപയ്ക്ക് ചോദ്യം വാങ്ങിയിട്ട് 15 ലക്ഷം രൂപയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷം രൂപയാണ് ലാഭം വാങ്ങിയിരിക്കുന്നത്. കസാകുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുകയാണ്, എനിക്കെതിരെ തെകളച്ചനെതിരെ NIA അന്വേഷണം വേണം. കാരണം എന്താ, ഇതേപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതുകൊണ്ട് അവന്മാർക്ക് ചൊറിയുന്നുണ്ട്, മേലെ മുഴുവനും ചൊരങ്ങ് പിടിച്ചിരിക്കുക. എന്റെയൊക്കെ കൈ വളരെ സംശുദ്ധമാണ്, അറിയാമോ? ഈ കൈകൾക്കുള്ളിൽ യാതൊരു കറപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് ആണത്തമായിട്ട് ഈ കാര്യങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയുന്നത്. ആ 22 ലക്ഷം കുട്ടികളും അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന ദുരന്തം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാണോ ഇന്ത്യയുടെ കേമത്തരം എന്ന് പറയുന്നത്? ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, വളരെ ദുഃഖത്തോടുകൂടിയാണ് നമ്മളുടെ കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേടിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ പ്രാവശ്യത്തെ 22 ലക്ഷം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുവാനിടയായി. അപ്പൊ ഇന്ത്യയിലെ നീറ്റ് പരീക്ഷയിൽ എന്താണ് സംഭവിക്കുന്നത്? 2024 അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷവും ഈ വർഷവും 2026 ചില വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നീറ്റ് UG അല്ലെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇന്ത്യയിലെ MBBS, BDS തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷയാണിവ. ഓരോ വർഷവും ഏകദേശം 20 മുതൽ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. ഈ പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NTA എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അത് ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. 2024 ഇപ്പോഴത്തെ 2026 നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഉയർന്നിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, BJPക്ക് അവർക്കെന്തും പറയാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. സംഘപരിവാർ കുടുംബമാണല്ലോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, കൊണ്ട് അവര് പറയുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അവരെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ ചെരുപ്പ് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള കുറച്ച് ക്രൈസ്തവ നാമധാരികളുണ്ട്. ആ ക്രൈസ്തവ നാമധാരികൾക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ അവർ പറയാറുള്ളൊരു കാര്യം, BJP ഭരിക്കുന്ന രാജ്യവും സംസ്ഥാനങ്ങളും വളരെ സുഭിക്ഷമാണ്, ഒരഴിമതിയില്ലല്ലോ, ഇവിടെ ഒരു അഴിമതി നടക്കുന്നില്ലല്ലോ എന്ന്. 22 ലക്ഷം കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ അഴിമതിയുടെ പേരിലാണ് ഇപ്പോൾ ഇത് റദ്ദ് ചെയ്തിരിക്കുന്നതെന്നുള്ള ആ ഒരൊറ്റ കാര്യം ഉളുപ്പും നാണവും ഉള്ളവനാണെങ്കിൽ ഇനി മേലെ പറയല BJP അഴിമതി ചെയ്യുന്നില്ല, സംഘപരിവാർ അഴിമതി കാണിക്കുന്നില്ല എന്ന്. BJP മറ്റെല്ലാ രാഷ്ട്രീയക്കാരെക്കാളും കുറച്ചും കൂടെ താഴെ തന്നെയാണ് എന്നതിന് യാതൊരു സംശയമില്ല. ചോദ്യപേപ്പർ ചോർച്ച നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കും. അടുത്ത സമയത്ത് കോപ്പിയടി നെറ്റ്വർക്കുകൾ അതും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ സോൾവർ ഗാങ്സ് അതും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രേസ് മാർക്ക് വിവാദം, പരീക്ഷാ സുരക്ഷാ പരാജയം എന്നിവയാണ് ഈ കൂട്ടരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഈ വിഷയവുമായിട്ട് നീറ്റ് പരീക്ഷയുമായിട്ടുള്ള ആരോപണങ്ങൾ. അതിനെ ഒന്ന് അല്ല എന്ന് പറയാനായിട്ട് ഇവിടുത്തെ സനാതനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ ഘോരഘോരം സംസാരിക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് TG മോഹൻ സാറും അതുപോലെ തന്നെ സെൻ സാറും അതേപോലെ തന്നെ രാധാകൃഷ്ണൻ സാറും ഒക്കെ ഒന്ന് ന്യായീകരിക്കാൻ വരാൻ പറ്റുമോ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും അഴിമതി നടന്നിട്ട് അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ കഴിയാതെ പിന്നെയും ഇതിനെ ന്യായീകരിക്കാൻ, ആ ന്യായീകരണ തൊഴിലാളികൾക്ക് വേണ്ടി കൂലിപ്പണി എടുക്കാനായിട്ട് ക്രൈസ്തവ നാമധാരികളും ഒക്കെ മെനക്കെടുന്ന എത്ര നാണം കെട്ട പരിപാടിയാണ്. 2024 നീറ്റ് വിവാദം ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയല. 2024 നീറ്റ് വിവാദം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷാ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം. ഇന്ന് വരെ അവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് രസാവഹമായ കാര്യം. അതിന് വേണ്ടുന്ന തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുത്തിട്ടില്ല. ഒന്നാമതായിട്ട് അസാധാരണമായ ഫലങ്ങളും ഗ്രേസ് മാർക്സ് വിവാദവും അന്ന് നടന്നിരുന്നു. നീറ്റ് UG 2024 ഫലം വന്നതിന് ശേഷം അന്ന് 67 വിദ്യാർത്ഥികൾക്ക് 720-ൽ 720 മാർക്ക് ലഭിച്ചു. പൂർണ്ണ മാർക്ക് 100% മാർക്ക് ലഭിച്ചു. അത് ആർക്കാന്ന് ഓർക്കണം, പേര് ശരിക്കും എഴുതാൻ അറിയാത്തവന്മാർക്ക്, സ്വന്തം പേര് ശരിക്കും എഴുതാത്തവന്മാർക്കാണ്, എഴുതാൻ അറിയാത്തവന്മാർക്കാണ് 720-ൽ 720 മാർക്ക് വാങ്ങിക്കാൻ ഇടയായിത്തീർന്നത്. ചിലർക്ക് ഗ്രേസ് മാർക്ക് നൽകി, ചിലർക്ക് മാർക്ക് കണക്കുകൾ അസാധാരണമായിരുന്നു. അപ്പൊ ഇതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നു. രാജ്യത്തുടനീളം കേസ് ഫയൽ ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. രണ്ടാമതായിട്ട് ചോദ്യപേപ്പർ ചോർച്ച ആരോപണം. ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ, ആ സമയത്ത് ഓർത്തോണം, BJP ഭരണമാണ്, ഭരണമാണ് ബീഹാറിൽ,
ഗുജറാത്തിൽ സമ്പൂർണ്ണമായിട്ട് BJPയുടെ ഭരണത്തിന് കീഴിലാണ്. അപ്പൊ ആ സംസ്ഥാനങ്ങളിലാണ് അന്വേഷണം നടത്തപ്പെട്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നതായിട്ട് അന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില വിദ്യാർത്ഥികൾ വലിയ തുക നൽകി പേപ്പർ വാങ്ങിയതായിട്ട് കണ്ടെത്തി. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വാർത്ത അനുസരിച്ച് 10 ലക്ഷം രൂപയ്ക്ക് ചോദ്യം വാങ്ങിയിട്ട് 15 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റിരിക്കുന്നത് ഒരു സംഘപരിവാറിന്റെ യുവമോർച്ചയുടെ നേതാവാണ്. അങ്ങനെയുണ്ട്. ഒരു യുവമോർച്ചയുടെ നേതാവ് അദ്ദേഹത്തിന്റെ സഹോദരനും കൂടെ 10 ലക്ഷം രൂപയ്ക്ക് ചോദ്യം വാങ്ങിയിട്ട് 15 ലക്ഷം രൂപയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷം രൂപയാണ് ലാഭം വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സംഘപരിവാറിന്റെ എല്ലാ കൊള്ളരുതായ്മകളും രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമോ? പേടിയാണ് സംസാരിക്കാൻ. കാരണം അവന്റെ പിന്നാലെ NIA അന്വേഷണം വരണമെന്നാണ് കാസാക്കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്നത്. കാസാക്കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുകയാണ്, എനിക്കെതിരെ തേക്കരലച്ചനെതിരെ NIAയുടെ അന്വേഷണം വേണം. കാരണം എന്താ? ഇതേപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളത് കൊണ്ട് അവന്മാർക്ക് ചൊറിയുന്നുണ്ട്. മേല് മുഴുവനും ചൊരങ്ങി പിടിച്ചിരിക്കുക. വോട്ട് കഷ്ണം എടുത്ത് ചൊറിഞ്ഞിട്ടും അവർക്ക് അങ്ങോട്ട് തീരുന്നില്ല. അപ്പൊ പിന്നെ തേക്കരലച്ചന്റെ പേരിൽ ഒരു NIA അന്വേഷണം വിട്ടേക്കാം. അതിനെ അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയണ്ടേ? മുസ്ലിം ലീഗിന്റെ നിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ നിന്നും കോൺഗ്രസിന്റെ നിന്നും ഞാൻ ഫണ്ട് വാങ്ങി അവരെ ജയിപ്പിച്ചു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ജയിപ്പിച്ചത് ഇങ്ങേരാണ്. അതുകൊണ്ട് ഇങ്ങേരുടെ പേരിൽ NIA അന്വേഷണം വേണം. എന്റെയൊക്കെ കൈ വളരെ സംശുദ്ധമാണ്, അറിയാമോ? ഈ കൈകൾക്കുള്ളിൽ യാതൊരു കറപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് ആണത്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ കഴിയുന്നത്. നിനക്കൊക്കെ ഇതിന്റെ മുട്ട വലിഞ്ഞ് നിൽക്കാൻ പോലും ഉള്ള അർഹതയില്ല. എന്നിട്ടാ നീയൊക്കെ NIA അന്വേഷണം ED വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. അതാണല്ലോ നിങ്ങളുടെ മറ്റൊരു വലിയ ഇമ്മാക്കിയില്ലേ. അപ്പം 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ചോദ്യപേപ്പർ 15 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ നേടിയതായിട്ടുള്ള സംഘപരിവാറിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അനീതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചില കുട്ടികൾക്ക് മുൻകൂട്ടി ഉത്തരങ്ങൾ പഠിപ്പിച്ചതായിട്ടും ആരോപണം ഉയർന്നിരിക്കുകയാണ്. അന്വേഷണത്തിൽ സോൾവർ ഗ്യാങ്സ് എന്നറിയപ്പെടുന്ന സംഘടിത സംഘങ്ങളുടെ പങ്ക് അന്ന് കണ്ടെത്തുകയുണ്ടായി. ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാന സ്ഥലങ്ങള് അന്വേഷണം കേന്ദ്രീകരിച്ചത് പാട്ന അഥവാ ബീഹാറിലായിരുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡിലെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലായിരുന്നു. അതേപോലെ തന്നെ ഗുജറാത്തിലെ ഗോധ്രയിലായിരുന്നു. പിന്നീട് കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ CBI ഏറ്റെടുക്കാനിടയായി. അപ്പൊ അവരുടെ അന്വേഷണ പ്രകാരം NIAയുടെ സുരക്ഷാ ട്രങ്കിൽ നിന്നാണ് പേപ്പർ മോഷ്ടിക്കപ്പെട്ടതെന്ന് സംശയം അവർക്കുണ്ടായി. 2024 ആരൊക്കെ പ്രതികളായി? അന്വേഷണത്തിൽ പല പേരുകളും പുറത്തു വന്നു. സോൾവർ ഗ്യാങ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ സംഘം ചോദ്യപേപ്പർ ലഭ്യമാക്കുകയും ഉത്തരങ്ങൾ തയ്യാറാക്കുകയും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അങ്ങനെ പണം വാങ്ങുക എന്നിവ നടത്തിയതായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രധാന പ്രതികളായിട്ട് മാധ്യമങ്ങളിൽ വന്ന പേരുകൾ നമുക്കറിയാവുന്ന പോലെ പങ്കജകുമാർ, രാജു സിംഗ്, ഇവരോടൊപ്പം നിരവധി ഇടനിലക്കാരെയും അന്ന് അറസ്റ്റ് ചെയ്തു. എന്നാൽ കോടതി ഇവരെ അന്തിമമായി കുറ്റക്കാരായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴും അന്വേഷണം അവരുടെ വിധികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം തുടരുകയാണ്. സുപ്രീം കോടതി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞത് പരീക്ഷയുടെ വിശ്വാസ്യതയ്ക്ക് കേടുപാടുണ്ടായി, പേപ്പർ ലീക്ക് നടന്നതായിട്ട് തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ രാജ്യത്താകെ മുഴുവൻ പരീക്ഷയും ബാധിച്ചുവെന്ന് തെളിവില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായതിനാൽ ഈ ഗ്രേസ് മാർക്ക് അങ്ങ് റദ്ദാക്കി. 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനായിട്ട് കോടതി ഉത്തരവിട്ടു. പക്ഷേ മുഴുവൻ നീറ്റ് അഥവാ 2024 മുഴുവൻ നീറ്റ് പരീക്ഷ റദ്ദാക്കിയില്ല എന്നുള്ള ഒരു അപാകത അതിനകത്ത് കിടക്കുകയാണ്. NDAക്കെതിരെ വിമർശനം ഉണ്ടായെന്ന്. 2024 വിവാദത്തിന് ശേഷം NDAക്കെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള വിമർശനം അതിശക്തമായിട്ട് ഉയർന്നു. മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റിഫോം കമ്മിറ്റി രൂപീകരിച്ചു. പരീക്ഷാ സുരക്ഷ ശക്തമാക്കാനായിട്ട് നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ പല നിർദ്ദേശങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് ഒരൊറ്റ കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് 2026 വീണ്ടും ഈ കാര്യം ആവർത്തിക്കാനിടയായിത്തീർന്നത്. ഇപ്പോഴത്തെ അഥവാ 2026 ഉണ്ടായ ഈ നീറ്റ് പരീക്ഷയും വലിയ വിവാദത്തിലാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ ഗസ് പേപ്പേഴ്സ് യഥാർത്ഥ ചോദ്യപേപ്പറുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ട ചോദ്യപേപ്പറുകളാണ്. ഏകദേശം 120 മുതൽ 140 ചോദ്യങ്ങൾ വരെ വളരെ
യോജ്യമായിട്ടുള്ള യഥാർത്ഥ ചോദ്യപേപ്പറുമായിട്ട് വളരെ ഒത്തുപോകുന്നതായിട്ട് അവർക്ക് റിപ്പോർട്ടുകളിൽ പങ്കുവെക്കാനിടയായിത്തീർന്നു. അപ്പൊ നിരവധി സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ച സംഘങ്ങളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. നീറ്റ് 2026 റദ്ദാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 22 ലക്ഷം കുട്ടികൾ ഇതുമൂലം എത്രമാത്രം ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? എത്രയോ ദീർഘനാളുകൾ കഷ്ടപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ ഊണും ഉറക്കം ഒഴിച്ച് കുഞ്ഞുങ്ങളോട് കൂടി ഇരിക്കുകയും അവരെ കോച്ചിങ്ങിന് വേണ്ടി കൊണ്ടുവിടുകയും അങ്ങനെ പരീക്ഷ എഴുതുകയും ചെയ്തിട്ട് അവരെല്ലാം ഒന്ന് ആശ്വസിച്ച് അവരുടെ മനസ്സിൽ നിന്ന് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മാഞ്ഞു പോയി കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പറയുകയാണ് അത് റദ്ദാക്കിയിരിക്കുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 22 ലക്ഷം കുട്ടികളും അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന ദുരന്തം ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണോ ഇന്ത്യയുടെ കേമത്തരം എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഇന്ത്യ ലോകത്തിന് മുമ്പാകെ മാതൃകയാണെന്നൊക്കെ വിളംബരം ചെയ്യുന്നതായിട്ടുള്ള സംഘപരിവാറും ടീം അംഗങ്ങളും അവർക്ക് ഒത്താശ പാടുന്ന ക്രൈസ്തവ നേതാക്കന്മാർ ഓർത്തോണം. പൂഞ്ഞാറ് അച്ചായന്മാരടക്കമുള്ളവരെന്ന് ഓർത്തോണം. കേസ് ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. അപ്പം ഈ 2026 പ്രധാന പ്രതികൾ ആരൊക്കെയാണ്? അന്വേഷണത്തിൽ പറയുന്നവ കോച്ചിങ് സെന്റർ ബന്ധങ്ങള്, അതേപോലെ തന്നെ പേപ്പർ സോൾവിങ് ഗാങ്സ്, അതേപോലെ തന്നെ മിഡിൽമാൻ മധ്യസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ നെറ്റ്വർക്കുകൾ, മാധ്യമങ്ങളിൽ നിന്ന് പേരുകൾ ഞാനൊന്ന് പറയാം. മനീഷ് യാദവ്, അതേപോലെ തന്നെ രാകേഷ് മാൻഡ്വാരിയ എന്ന് പറയുന്ന ആളുകളാണ്. എന്നാൽ ഇവരിൽ ആരെയും കോടതി ഇതുവരെ അന്തിമമായിട്ട് കുറ്റക്കാരായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഇതേപോലുള്ള വിഷമതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതിന്റെ കാരണം അന്വേഷിച്ചാൽ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളോളം കഠിനമായിട്ട് അവർ പഠിക്കുന്നു. ചെറിയ അഴിമതിയും റാങ്കിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാത്തവരല്ല നമ്മുടെ മന്ത്രി പൊങ്കുവന്മാർ. സത്യസന്ധമായി പഠിച്ചവർ വഞ്ചിക്കപ്പെട്ടുവെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വീണ്ടും പരീക്ഷ നടത്തുന്നത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പാകെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്നതാണോ അതോ തല താഴ്ത്തി നിൽക്കേണ്ടി വരുമോ? ഈ കോച്ചിങ് മാഫിയ പോലുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പുങ്കുവന്മാരെ, രാഷ്ട്രീയ ഭരണത്തിലുള്ള നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകളുടെ അറിവോടുകൂടെ അതിലെ ആളുകൾ ചെയ്യുന്ന ഇത്തരം ക്രൂരതകൾ നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കി ഇത്തരക്കാരെ ഭരണത്തിൽ നിന്ന് തന്നെ താഴെ ഇറക്കാൻ തക്കവണ്ണം ഒത്തൊരുമയോടുകൂടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്കായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഇതേപോലുള്ള നീറ്റിന്റെ ഒക്കെ ഈ അഴിമതികൾ ഇതൊക്കെ സമൂഹത്തിൽ കൃത്യമായി ചർച്ച ചെയ്യണം. നമ്മുടെ കുടുംബങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ സംഘപരിവാറിന്റെ പൊള്ളവാദങ്ങൾക്ക് വിരാമം കുറിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നീറ്റ് 22 ലക്ഷം കുട്ടികളുടെ ഭാവിയെ ത്രാസിൽ ഇട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചായിട്ടുള്ള തുറകളിലേക്ക് എത്താൻ കഴിയാതെ മനോഭാരത്തോടുകൂടി ആയിരിക്കുന്നു. അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അതാർക്കും തന്നെ വിവരിക്കാനോ പരിഹരിക്കാനോ കഴിയുകയില്ലെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം പ്രധാനമന്ത്രിജി അടക്കം എല്ലാ മന്ത്രിമാരും ജാഗ്രത പാലിക്കണം എന്ന് ജനസമൂഹത്തിന് വേണ്ടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.